ഹലോ, ഇന്നൊരു മസാല ദോശ ഉണ്ടാക്കിയ കഥ കേട്ടാലോ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും മസാല ദോശയുടെ തട്ട് എന്താന്ന് തന്നെ ഇരിക്കും. കാരണം പണ്ട് ഈ ഫ്രൈഡ് റൈസും മന്തിയും അൽഫാമും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആകെയുള്ള ഓപ്ഷൻ ഒന്നി പൊറോട്ട, അല്ലെങ്കിൽ മസാല ദോശ, അതും അല്ലെങ്കിൽ ബിരിയാണി. അമ്പലത്തിലൊക്കെ പോയിട്ട് ഇറങ്ങുമ്പം ബിരിയാണി ഒന്നും വാങ്ങൂലാന്നേ. പിന്നെ വാങ്ങുന്നതോ പൊറോട്ടയും മസാല ദോശയും. അതിൽ ഞാൻ വാങ്ങുന്നത് മസാല ദോശ കേട്ടോ. എനിക്ക് മസാല ദോശ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ആ മുരിഞ്ഞ ദോശയും അതിൻ്റെ ഫില്ലിങ്ങും പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ചിങ്ങനെ കഴിക്കണം. അതിൽ വെള്ളം ഓടും. അങ്ങനെ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായിട്ടു ഈ കുട്ടി മസാല ദോശ. നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ശരി, ടാറ്റാ.